കുറച്ച് വെട്ട് പീസ് കൊണ്ട് നമ്മളിന്നൊരു കുട്ടിയുടുപ്പ് തയ്ക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എല്ലാവർക്കും തയ്ക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ വെട്ട് പീസ് നമ്മളതൊന്ന് വെട്ടി വൃത്തിയാക്കുകയാണ്. അതിന് വേണ്ടാത്ത പീസസൊക്കെ മാറ്റിയിട്ട് അതിനുശേഷം നമ്മുടെ തുണി നാലായിട്ട് മടക്കി ഒരു 6 സെൻറ്റിമീറ്റർ വിട്ട് കിട്ടത്തക്ക രീതിയിൽ മടക്കിയിടുകയാണ്. അതിനുശേഷം നമ്മളത് അളവെടുക്കാൻ പോവാണ്. കുഞ്ഞുങ്ങൾക്കിപ്പം അധികം അളവ് ഇത് ഞാൻ തയ്ക്കുന്ന ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെയാണ്. അപ്പം ഇതിന് ഇത് 1 വയസ്സ് വരെ ഇടാം നമുക്ക്. അതുപോലെയാണ്. അപ്പോൾ നമ്മളൊരു 9 സെൻറ്റിമീറ്റർ നീളവും പിന്നെ ഒരു 4, 4.5, 5 ഒരു കൈക്കുഴി എടുത്ത് നമ്മളത് അളന്നിട്ട് വെട്ടുകയാണ്. അപ്പോൾ ഈ നമ്മളൊരു പേപ്പറിലൊരു അളന്നിട്ട് വെട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ തുണിയിൽ വെട്ടാൻ പേടിയുള്ളവരാണെങ്കിൽ പേപ്പറിലൊരു റെഫറൻസ് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ കഴുത്ത് വെട്ടുകയാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് എടുക്കാം. ഞാനിവിടെ ഒരു യു കഴുത്താണ് എടുത്തിരിക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളുടെ ഒരു ഏകദേശം അളവിൽ ഒരു യു കഴുത്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇത് വളരെ നെറ്റായൊരു തുണി ആയതുകൊണ്ട് നമ്മളൊരു ലൈനിങ് കൂടി വെട്ടാൻ പോവാണ്. അതിന് നമുക്ക് നമ്മുടെ നല്ല തുണിയുടെ അടിയിൽ ലൈനിങ് പീസ് വെച്ച് വരച്ചതിന് ശേഷം നമുക്കത് വെട്ടിയെടുക്കാം. ഇത്രേ ഉള്ളൂ. വെട്ടാനൊന്നും ഇതിന് അധികമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ പീസസ് എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ അടിയിൽ വെക്കാനും മുകളിൽ വെക്കാനുള്ള പീസസൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിയെടുക്കാമെന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ പീസും കൂടി കഴുത്ത് വെച്ച് അടിച്ച് മറിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മളത് മറിച്ചിട്ടിട്ട് കഴുത്തിൻ്റെ പൊക്കത്തോട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം അത് നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മേൽ ഭാഗം, അതായത് ആ 2 പീസസും കൂടി നമ്മൾ ജോയിൻ ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ സ്ലീവ്ലെസ് കൈയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും കൂടി അടിച്ചതിന് ശേഷം നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ച് നമ്മൾ ആ ഉടുപ്പിൻ്റെ പൊക്കത്തോട്ട് നമ്മൾ അടിക്കുകയാണ്. അതിന് ശേഷം നമ്മളത് തിരിച്ചിട്ടിട്ട് അതകത്തോട്ട് മടക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ അരികു ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൈ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രാ പീസൊക്കെ വെച്ച് അടിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വണ്ണം പോലെ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മളിത് ചരിച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്തെ കാര്യങ്ങളിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കട്ട് തുണി ആയതുകൊണ്ട് നമ്മൾക്ക് അതൊന്ന് അടിച്ച് യോജിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ്. മടക്കി അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൽ ചെറിയ ഞുറിവിട്ട് കൊടുക്കുകയാണ്. അടിയിലും ചെറിയ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ മുകൾ ഭാഗത്തിന് നമ്മൾ ഞുറിവിട്ട് കൊടുക്കുകയാണ്. നല്ല ചെറിയ ഞുറിവ് അടുപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും നമ്മുടെ നല്ല തുണിയും കൂടി വെച്ച് അടിച്ചതിന് ശേഷം നമ്മുടെ മേൾഭാഗത്ത് വെച്ച് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്ന നമ്മുടെ ഉടുപ്പ് റെഡിയായി. കണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഉടുപ്പ് റെഡി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ